മോഡൽ സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ നിരവധി കഞ്ചാവ് കേസിൽ സൗമ്യ പ്രതിയായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2022 ജൂലൈയിൽ KPM ഹോട്ടലിൽ കഞ്ചാവ് പിടികൂടിയ കേസിൽ സൗമ്യ മുഖ്യപ്രതിയാണ്. 2022 ജില്ലാ ആശുപത്രിക്ക് സമീപം പൊതുവഴിയിൽ വെച്ച് കഞ്ചാവ് വലിച്ചതിലും സൗമ്യ പ്രതിയാണ്. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരും. ഇക്ബാൽ, പാലക്കാട് സ്വദേശിനിയാണ്. നേരത്തെയും ഇത്തരത്തിൽ കഞ്ചാവ് കേസുകളിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ പശ്ചാത്തലം എന്തായാലും അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ടല്ലോ അല്ലേ? പ്രത്യേകിച്ച് ഇവർക്ക് ഈ തസ്ലീമയുമായുള്ള ലഹരി ബന്ധം അത് എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കുകയാണ്. എന്താണ് ഈ സൗമ്യയുടെ പശ്ചാത്തലം ഇക്ബാൽ? രോഷ്നി, ഇത് ആദ്യമായല്ല സൗമ്യ ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെടുന്നത്. നേരത്തെയും സൗമ്യ പല രീതിയിലുള്ള കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു. 2022 ജൂലൈ മാസത്തിലാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പാലക്കാട് നഗരത്തിലുള്ള KPM ഹോട്ടലിൽ വെച്ച സൗമ്യയെയും 2 സുഹൃത്തുക്കളെയും കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് ഉപയോഗിച്ചതിനും അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഹോട്ടൽ മുറിയിലേക്ക് പോലീസ് സംഘം രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്തുന്നത്. പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ ഉടൻ തന്നെ കഞ്ചാവ് ഇവർ 3 പേരും ഉപേക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് സംഘം ഈ 3 പേരിൽ നിന്നും, അതായത് സൗമ്യ ഉൾപ്പെടെ 3 യുവതികളിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ കഞ്ചാവ് ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ കഞ്ചാവിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ പിന്നീട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഇത് നടക്കുന്നത് 2022 ജൂലൈ മാസമാണ്. അന്നു മുതൽ തന്നെ സൗമ്യയെ പിന്നീട് പോലീസ് സംഘം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് 2022 സെപ്റ്റംബറിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SI ഹേമലതയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ പരിശോധന നടത്തുന്നതിനിടയിൽ പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് സൗമ്യയെ കണ്ടെത്തുന്നത്. ആ സമയത്ത് സൗമ്യ കഞ്ചാവ് ബീഡി വലിക്കുകയായിരുന്നു. പോലീസ് സംഘം സൗമ്യയുടെ അടുത്തേക്ക് എത്തുമ്പോൾ കഞ്ചാവ് ബീഡി പെട്ടെന്ന് തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോലീസ് സംഘത്തിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടന്നു നീങ്ങുന്നതിനിടയിലാണ് സൗമ്യയെ പോലീസ് സംഘം പിടികൂടുന്നത്. പിന്നീട് ഈ കഞ്ചാവ് ബീഡി ഉൾപ്പെടെ പോലീസ് സംഘം കണ്ടെത്തുകയും ചോദ്യം ചെയ്യലിൽ കഞ്ചാവ് തന്നെയാണെന്ന് സൗമ്യ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കേസിലും സൗമ്യയെ അറസ്റ്റ് ചെയ്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പാലക്കാട് തന്നെ സൗമ്യയ്ക്ക് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ മാത്രം 2 കേസുകളിൽ, അത് രണ്ടും ഈ കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ആ 2 കേസുകളിലും 1-ാം പ്രതിയാണ് സൗമ്യ. നിരവധി യുവതികളുമായി സൗമ്യ KPM ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഈ കഞ്ചാവ് ഉപയോഗിക്കുകയും അതിനിടയിലാണ് പോലീസ് പരിശോധന നടത്തി സൗമ്യ ഉൾപ്പെടെ പിടികൂടുകയും ചെയ്തത്. ഇത് ആദ്യമായല്ല സൗമ്യ ഇത്തരത്തിലൊരു NDPS കേസിൽ, അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ, ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെടുന്നത്. നേരത്തെ 2022 മാത്രം തന്നെ സൗമ്യക്കെതിരെ 2 കേസുകളാണ് പാലക്കാട് നഗരത്തിൽ വെച്ച കഞ്ചാവ് ഉപയോഗിച്ചതിന് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 2 കേസുകളിലും അന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയാണ് സൗമ്യ പോകുന്നത്. ഏതായാലും അന്ന് തന്നെ സൗമ്യ കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ആലപ്പുഴയിലെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുകളിലെല്ലാം സൗമ്യ അറിയുന്നത്. ഈ ആലപ്പുഴ കേസിൽ പിടികൂടുന്നതുകൊണ്ട് തന്നെ പാലക്കാട് സ്വദേശിയായ മോഡലിനെ കുറിച്ച് വലിയ രീതിയിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിലും അന്വേഷണത്തിലാണ് നേരത്തെയും സൗമ്യയ്ക്ക് ഈ കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും കേസുണ്ടെന്ന് കണ്ടെത്തുന്നത്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഈ 2 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രോഷിനി, ഇക്ബാൽ, നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കുമ്പോൾ സൗമ്യ അതിൽ സജീവമാണ്. പ്രത്യേകിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് പേരുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണല്ലേ? തൊഴിലായി ചെയ്യുന്നത് മോഡലിംഗ് ആണ്. അതായത് പാലക്കാട് കണ്ണാടി സ്വദേശിനിയാണ് സൗമ്യ. ആദ്യം ബ്യൂട്ടി പാർലർ ആണ് ഇവർ തുടങ്ങുന്നതെന്നാണ് പോലീസിൽ നിന്ന് തന്നെ ലഭ്യമാവുന്ന വിവരം. പിന്നീട് ആ ബ്യൂട്ടി പാർലർ ഉടമ എന്ന രീതിയിൽ നിന്ന് മാറി സൗമ്യ പിന്നീട് മോഡലിംഗ് രംഗത്തേക്ക് മാറുകയായിരുന്നു എന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഇവരുടെ സുഹൃത്ത് വലയങ്ങൾ പിന്നീട് പാലക്കാട് നിന്നും കൊച്ചി പോലുള്ള നഗര മേഖലകളിലേക്ക് മാറുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ആളുകളുമായി ഉൾപ്പെടെ, കഞ്ചാവ് ഉൾപ്പെടെ വിൽക്കുന്ന ആളുകളുമായി ഉൾപ്പെടെ സൗമ്യ ബന്ധം സ്ഥാപിക്കുകയും കഞ്ചാവ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഇതിനിടയിലാണ് പാലക്കാട്ടേക്ക്, ഒറ്റപ്പാലം വഴിക്കാണ് ഇവർ പാലക്കാട്ടേക്ക് എത്തിയിരുന്നത്. 2022 പോലീസ് പിടികൂടുമ്പോൾ അന്ന് സൗമ്യയ്ക്കൊപ്പം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കളിൽ ഒരാൾ എറണാകുളം കടമക്കുടി സ്വദേശിയാണ്, മറ്റൊരാൾ പാലക്കാട് സ്വദേശിനി തന്നെയായിരുന്നു. ഇവരും ഉൾപ്പെടെ സൗമ്യ ഈ പാലക്കാട്ടേക്ക് എത്തി KPMൽ റൂം എടുത്ത് ആ മുറിക്കുള്ളിലായിരുന്നു ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആദ്യം ഒരു ബ്യൂട്ടി പാർലർ ഉടമ എന്ന രീതിയിൽ തുടങ്ങി. പിന്നീട് മോഡൽ രംഗത്തേക്ക് തിരിഞ്ഞ സൗമ്യ പിന്നീട് ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് വരെ മാറിയിരുന്നു. പക്ഷേ ഇതിനിടയിലെല്ലാം ഈ കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും എല്ലാം സൗമ്യക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നു. രോഷിനി, ശരി, സൗമ്യയുടെ പങ്ക് ഈ കേസിൽ എന്താണ് എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യം ചെയ്യൽ എന്തായാലും തുടരുകയാണ്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.